ഹായ്, നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ തള്ളുകളെല്ലാം കേട്ടുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു പടം പോയി കണ്ടു. പ്രേമലു. എന്ത് പടമാണ്! സോഷ്യൽ മീഡിയയിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പ്രേമലു ഭയങ്കര ഹിറ്റ്, ഭയങ്കര പടം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ട് ഞാൻ പോയി കണ്ടപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റിയ ഒരു പടം. ഇത് ഈ സംവിധായകനും നായകനും ഒക്കെ അല്ലെങ്കിൽ നായികയൊക്കെ എന്ത് കഴിവാണ് ഉള്ളത്? എന്തിനാ ഈ സിനിമയൊക്കെ എടുക്കുന്നത്? ഇവർക്ക് എന്ത് കഴിവാണുള്ളത്? ഇതുപോലൊരു വൃത്തികെട്ട പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൊച്ചു പിള്ളേരെ പിടിച്ച് അഭിനയിപ്പിക്കാൻ അറിയാത്ത പിള്ളേരെ പിടിപ്പിച്ച് കുറേ അഭിനയിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര സിനിമയാവും. ഇതൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇതിനെ ജയ് വിളിച്ചും കിടക്കുന്നു. വളരെ മോശം, വളരെ മോശം, വളരെ മോശം. ജക്കേ കിടുക്കം പടം കേട്ടോ. എന്തായാലും ഞാൻ ഇന്നലെ ഈ പടം പോയി കണ്ടത്. ഫസ്റ്റ് ഡേ ഒന്നും പോയി കാണാൻ പറ്റില്ല. റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ പോയി കണ്ടത്. എന്തായാലും നല്ല ഗംഭീരമായ സിനിമ. ഒരു 2.5 മണിക്കൂർ ഇങ്ങനെ നൈസായിട്ട് പോയത് അറിഞ്ഞതുപോലുമില്ല. കുറേ നാളായി ഇതുപോലത്തെ നമുക്കൊരു 2.5 മണിക്കൂർ നമ്മൾ പോലും അറിയാതെ ഒരു സിനിമയിൽ മുഴുകിയിരുന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ പോയൊരു സിനിമ. വളരെ അപൂർവങ്ങളൊക്കെ നമുക്ക് പറയാം. നമുക്കിങ്ങനെ 2.5 മണിക്കൂർ ഒന്നും അറിയാതെ, പ്രത്യേകിച്ച് വേറെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. ഇതിൽ സത്യത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കുറച്ച് ക്ലീഷയാണ്, നല്ല ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ആസ്വാദനത്തെ ബാധിക്കാതെ തന്നെ ആ സിനിമ ഡയറക്റ്റ് ചെയ്ത് വെച്ച ഗിരീഷ് ഏടി പുള്ളിയാണ് ഈ സിനിമയുടെ ഹീറോ എന്ന് ഞാൻ പറയും. ആൾക്കാരുടെ പൾസ് അറിഞ്ഞ് ഒരു സിനിമ എടുത്തു വെക്കാൻ ഇതുപോലെ ഒരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടിട്ടില്ലെന്ന് പറയാം. ഈ അടുത്ത സമയത്തുള്ള കാര്യം പറയുന്നത്. പുള്ളിയുടെ 2 പടങ്ങളും ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ രീതിയിൽ പുള്ളിയുടെ സേഫ് സോണാണ് ഈ സിനിമ എന്ന് പറയാം. പക്ഷേ അത് ആൾക്കാരെ വെറുപ്പിക്കാതെ, ആൾക്കാരെ മടുപ്പിക്കാതെ ഒരു 2.5 മണിക്കൂർ ആ സിനിമ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ ഈ ഒരു സംവിധായകൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗിരീഷ് ഏടിക്കാണ് ഈ ചിത്രത്തിന് എൻ്റെ ആദ്യത്തെ കയ്യടി ഞാൻ കൊടുക്കുന്നത്. അതുപോലാണ് പുള്ളിയുടെ സേഫ് സോണിലാണെങ്കിൽ പോലും മനുഷ്യനെ വെറുപ്പിക്കാതെ, എന്താ പറയുക, കണ്ട് മടുപ്പിക്കാത്ത അല്ലെങ്കിൽ കണ്ട് മടുക്കേണ്ട ഒരു സിനിമയെ നല്ല അസലായിട്ട് സംവിധാനം ചെയ്ത് അദ്ദേഹം വെച്ചിട്ടുണ്ട്. എൻ്റെ തിരക്കഥയും അദ്ദേഹം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ വേറൊരാളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, കിരൺ ജോസി. എന്തായാലും നല്ല അസലായിട്ടാണ് ഇതിൽ സംവിധാനം ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല സംവിധാനം. കാരണം ക്ലീഷയായിട്ടുള്ള, ക്രിഞ്ചായിട്ടുള്ള ഒരു സിനിമയെ പ്രേക്ഷകർക്ക് മടുക്കാത്ത രീതിയിൽ എൻജോയ് ചെയ്ത് 2.5 മണിക്കൂർ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകാൻ ആ സംവിധായകൻ്റെ കഴിവുകൊണ്ടാണ് ആ സിനിമ ഇത്രയും മേളിൽ പോയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ച നസ്ലൻ, എന്താ പറയുക, പുള്ളി ചെയ്യുന്ന സെയിം റോള് തന്നെയാണ്. അല്ല, പ്രത്യേകിച്ച് അതിലൊരു മാറ്റമില്ല. പ്രീവിയസ് കണ്ട 2-3 പടത്തിൽ സെയിം പാറ്റേൺ, സെയിം ഡയലോഗ് ഡെലിവറി, സെയിം. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ആദി. ജെ ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ പേര് ശ്യാം എന്നാണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളി ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളി വരുമ്പം ഭയങ്കര പോസിറ്റീവ് വൈബാണ് ആ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. ആ പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി നല്ല അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വരുമ്പോൾ, ആ ക്യാരക്ടർ വരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. നമുക്കൊരു ചിരിക്കണോ അല്ലെങ്കിൽ ഭയങ്കര എൻജോയ്മെൻറ്റ്, നമുക്കൊരു എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മമിത അസലായിട്ട് എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന സിനിമയായിരുന്നു നമ്മുടെ സൂപ്പർ ശരണയിൽ ഭയങ്കരമായിട്ട്. പക്ഷെ ആ സിനിമയെക്കാട്ടിലും നല്ല ക്യൂട്ടായിട്ട് നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയിലാണ്. പ്രത്യേകിച്ച് ക്ലിഞ്ചായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ക്ലൈമാക്സിനെ ഇത്രയും മനോഹരമാക്കിയത് മമിതയാണ്. അതായത് മമിത നല്ല രീതിയിലാണ് ഇതിലും ചെയ്തു വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക്കാരായിരുന്നു വിഷ്ണു വിജയ്. ആ സിനിമയ്ക്ക് പറ്റിയ രീതിയിൽ നല്ല രീതിയിൽ പാട്ടുമൊക്കെ, നമുക്ക് അങ്ങനെ വെറുപ്പിക്കുന്ന പാട്ടുമല്ല, ഭയങ്കര ഹിറ്റായിട്ട് ഭയങ്കര കേൾക്കാൻ ഇമ്പമുള്ള പാട്ടില്ല. പക്ഷേ നമ്മളെ വെറുപ്പിക്കാത്ത രീതിയിൽ ആ സിനിമയ്ക്ക് പറ്റിയ രീതിയിൽ പാട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയപ്പോലും നല്ല എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് നമ്മളിങ്ങനെ പറഞ്ഞില്ല, നമുക്കിങ്ങനെ ഒരു മൊബൈൽ എടുത്ത് നോക്കാനോ ഇൻ്റർവൽ ആയതുപോലും അറിഞ്ഞില്ല. നമുക്ക് പ്രത്യേകിച്ച് അപ്പുറത്തെ സൈഡ് നോക്കാനോ ഇപ്പുറത്തെ സൈഡ് നോക്കാനോ അങ്ങനൊന്നുമില്ല. ആ സിനിമയിൽ തന്നെ നമ്മൾ മുഴുകി പ്രത്യേകിച്ച് ആ സിനിമയിൽ ഒന്നുമില്ല. ആ സിനിമ നമ്മളെ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു സംവിധാന ശൈലി തന്നെ പറയാം, എന്തോ അതിലുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് സിനിമയ്ക്കകത്ത് ഒന്നുമില്ല. നമ്മൾ കണ്ടു മടുത്തതും കേട്ടതുമായിട്ടുള്ള കഥയും കഥാപാത്രങ്ങളൊക്കെയാണ്. പക്ഷെ ആ സിനിമ നമ്മളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച്, ഒന്നും എന്താ പറയുക, നമുക്ക് അതിനെക്കുറിച്ച് വാക്കുകൾ കിട്ടുന്നില്ല. അതുപോലെ നല്ല രീതിയിൽ എന്നെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി ഉണ്ട്. എന്തുകൊണ്ടും നല്ലൊരു പടം എന്ന് പറയാം. അതുപോലെ ഈ സിനിമ ഇനി OTT വന്നിട്ട് കുറേ ബുദ്ധിജീവികളൊക്കെ പറയും, എന്തുവായിരുന്നു രോമാഞ്ചം തന്നെ കണ്ടിട്ട് OTT വന്നിട്ട് ഇതിനാണ് ഭയങ്കര ഹിറ്റായത്, ഭയങ്കരമാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞ് അതിനെ കുറേ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രോമാഞ്ചം OTT വന്നതിന് ശേഷം. അങ്ങനെ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കുറേ ബുദ്ധിജീവികൾക്ക്. അല്ലാതെ നമ്മൾ നോർമലായിട്ട് സാധാരണക്കാരന് കുറച്ച് ടെൻഷനും ഒക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നവർക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഒരു നേരത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ ഒന്ന് മൈൻഡ് ഫ്രഷ് ആവാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനെന്തൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ ഗിരീഷ് ഏടി
വീണ്ടും അദ്ദേഹം നിവിൻ പോളിയായിട്ട് ഒരു പടം വരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ട് ഒരു നല്ല പടമായി മാറട്ടെ. ആയിരിക്കും, അദ്ദേഹത്തിന് ഇപ്പോൾ എന്തായാലും ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഭാവന സ്റ്റുഡിയോ, ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, നമ്മുടെ ശ്യാം പുഷ്കർ, ഇവരാണ് എന്തായാലും ഭാവന സ്റ്റുഡിയോ ഒരു പടം എടുക്കുമ്പോൾ എന്തായാലും ആ സിനിമയിൽ എന്തെങ്കിലും കാണാതെ അവരെന്തായാലും നിർമ്മിക്കത്തില്ല. അവർക്കും ഒരു കൈയടി കൊടുത്തേ പറ്റൂ, എൻ്റെ നിർമ്മാതാക്കൾക്കും. എന്തായാലും നല്ല എല്ലാവർക്കും പ്രത്യേകിച്ച് മനസ്സിൽ നമുക്കിങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ നൈസായിട്ട് വളരെ കൂളായിട്ട് മനസ്സിലൊന്നും ഇല്ലാതെ നല്ല ഒരു മൂഡായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ. പ്രത്യേകിച്ച് തല പുകഞ്ഞ് ചിന്തിച്ച് ആലോചിച്ചൊന്നും ഇല്ലാതെ നല്ല മൈൻഡ് ഫ്രഷോടെ കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ.